ദൈവനാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 22ാമത്തെ ക്ലാസ്സാണ് തുടർന്ന് നടക്കുവാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 8ാം അധ്യായത്തിൽ നിന്നുമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. പ്രാരംഭമായിട്ട് വെളിപ്പാട് പുസ്തകം 8ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ വായിക്കാം. അവൻ 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. കുഞ്ഞാട് 7ാമത്തെ മുദ്ര പൊട്ടിച്ചതിൻ്റെ ഫലമായിട്ട് സ്വർഗത്തിൽ സ്വർഗീയ ജീവികളുടെ മധ്യത്തിൽ ഏകദേശം അരമണിക്കൂറോളം നിശബ്ദത ഉണ്ടായി. 6ാമത്തെ മുദ്ര പൊട്ടിച്ചതിൻ്റെ ഫലമായി ഭയാനകമായ ന്യായവിധിയാണ് സ്വർഗീയ ജീവികൾ കണ്ടത്. അറുക്കപ്പെട്ട തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രതികാരം ചോദിക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ് അവർ കണ്ടത്. 7ാമത്തെ മുദ്ര പൊട്ടിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയുടെ ആഴം എത്രമാത്രമുണ്ടെന്ന് അറിയുവാനായി സ്വർഗീയ ജീവികൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ മൗനമായിരുന്നു. സകല ജനവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ, അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു എന്ന് വചനത്തിൽ കാണുന്നത് പോലെ സ്വർഗീയ ജീവികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മൗനമായിരുന്നു. സ്വർഗീയ ജീവികളായ ദൂതന്മാർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സഭയുടെയും ശുശ്രൂഷക്കാരാണ്. സങ്കീർത്തനം 103:20, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 11, എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14 ഈ വചനങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. കുഞ്ഞാട് 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 ദൂതന്മാർ 7 കാഹളവുമായിട്ട് നിൽക്കുന്നതായിട്ടാണ് യോഹന്നാൻ കണ്ടത്. വെളിപ്പാട് പുസ്തകം 8ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ വായിക്കാം. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതൻ്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ഈ വേദഭാഗങ്ങളിൽ മറ്റൊരു ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്നറിയുവാനായിട്ട് ദൂതൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതി. ദൂതൻ്റെ കയ്യിലുള്ള സ്വർണ്ണ ധൂപകലശത്തിൽ നിന്നുമുള്ള ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതൻ്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ഈ ദൂതൻ വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. മധ്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാം. പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവനെ നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പുരോഹിതൻ ധൂപം കാട്ടുകയാണ്. ധൂപത്തിൻ്റെ പുക ജനത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടി പുരോഹിതൻ്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ സംവത്സരത്തിലൊരിക്കൽ തനിക്കും കുടുംബത്തിനും പിന്നെ ഇസ്രായേൽ സമൂഹത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്നു. പ്രായശ്ചിത്തം കഴിച്ചിരുന്ന നാളിൽ മഹാപുരോഹിതൻ 2 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ പ്രവേശിച്ചിരുന്നു. ആദ്യം തനിക്കും കുടുംബത്തിനുമായി പ്രായശ്ചിത്തം കഴിക്കുവാനായി കാളയുടെ രക്തമായിട്ടും 2ാമത്തെ പ്രാവശ്യം സർവ്വസഭയ്ക്കും വേണ്ടി കോലാട്ടുകൊറ്റൻ്റെ രക്തവുമായിട്ടും കൃപാസനത്തിന് മുമ്പിൽ പ്രവേശിച്ചിരുന്നു. ആ സന്ദർഭങ്ങളിൽ മഹാപുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടിയിരുന്നു. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി
മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ ദൈവസഭയുടെ മഹാപുരോഹിതനും മധ്യസ്ഥനുമായ ക്രിസ്തുവിന് നിഴൽ മാത്രമായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീരുന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ കൂടി വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ദൈവസഭയുടെ മഹാപുരോഹിതനും മധ്യസ്ഥനുമായ ക്രിസ്തു പിതാവിൻ്റെ സന്നദ്ധിയിൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ കാണുന്ന ധൂപവർഗത്തിൻ്റെ പുക ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയ്ക്ക് നിഴലാണ്. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയുള്ള പ്രാർത്ഥനയും സ്തോത്രവും മാത്രമാണ് ദൈവത്തിന് സ്വീകാര്യമായത്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. യഹൂദമതത്തിൽ നിന്നും പീഡനമനുഭവിച്ചു കൊണ്ടിരുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവസഭയുടെ മഹാപുരോഹിതനായ ക്രിസ്തു മധ്യസ്ഥത വഹിക്കുകയാണ്. അതാണ് 4-ാമത്തെ വചനത്തിൽ കാണുന്നത്. ദൈവസന്നിധിയിലെത്തിയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതായിട്ടാണ് 5-ാമത്തെ വചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഭൂമി എന്ന വെളിപ്പാട് പുസ്തകത്തിലും മറ്റ് പല പ്രവചന പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലെ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഉദ്ദേശിച്ചാണ്. അതുപോലെ മറ്റ് അനേക വചനങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നതാണ്. വെളിപ്പാട് 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് യഹൂദയോട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നടന്നത്. അവിശ്വാസികളായ ഇസ്രായേൽ ജനത്തിൻ്റെ പക്ഷത്തിൽ നിന്നും പീഡനമനുഭവിച്ചുകൊണ്ടിരുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. അതിന് തെളിവാണ് 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. ഹോരേബിൽ വെച്ച് ന്യായപ്രമാണം നൽകിയ സന്ദർഭത്തിൽ ഇതേ അടയാളങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു. ന്യായപ്രമാണമുള്ളവർ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഇതാ അവിശ്വാസിയായ യഹൂദനെ ദൈവം ന്യായം വിധിക്കുകയാണ്. ന്യായപ്രമാണം നൽകിയ സന്ദർഭത്തിൽ യഹൂദജനം കാണുവാനിടയായ അടയാളങ്ങൾ തന്നെ ന്യായപ്രമാണത്താലുള്ള വിധി നടന്ന സന്ദർഭത്തിലും ദൈവം നൽകിയെന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കാം. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളമൂതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ
മൂന്നിലൊന്ന് വെന്തുപോയി. വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. കാഹളമൂതുന്നതിനോട് ബന്ധപ്പെട്ട് പല വചനങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ വേദഭാഗത്തോട് ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 7 പുരോഹിതന്മാർ കാഹളമൂതിയ സന്ദർഭത്തെക്കുറിച്ചാണ്. 7 പുരോഹിതന്മാർ കാഹളമൂതിയതോടുകൂടി യെരിഹോവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി നടന്നതായിട്ട് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. 7 ദൂതന്മാരും കാഹളമൂതുന്നതോടെ യഹൂദമതം യെരിഹോ പട്ടണം പോലെ ആയിത്തീരും. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ രക്തം കലർന്ന കൽമഴയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോശയുടെ കാലത്ത് മിസ്രയീമിൻ്റെ പാപം മൂലം ദൈവം മിസ്രയീമിൽ കൽമഴയും തീയും അയച്ചതായിട്ട് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ കൽമഴയും തീയും നിമിത്തം മിസ്രയീം ദേശത്തെ എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു. മിസ്രയീം ദേശത്തേക്ക് ദൈവം അയച്ചതുപോലെയുള്ള ഒരു കൽമഴയും തീയുമായിരുന്നില്ല ഭൂമിയിൽ ചൊരിഞ്ഞത്. ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ദേശത്തിനാണ്. പ്രത്യേകിച്ച് യഹൂദ ദേശത്തോട് ബന്ധപ്പെട്ടാണ് ആ ന്യായവിധി നടന്നത്. രക്തം കലർന്ന കൽമഴയും തീയുമാണ് യഹൂദദേശത്തേക്ക് അയച്ചത്. രക്തം കലർന്ന കൽമഴയും തീയും സൂചിപ്പിക്കുന്നത് യഹൂദന്മാരുടെ മധ്യത്തിൽ ആ കാലത്തുണ്ടായ ആഭ്യന്തര യുദ്ധത്തെയാണ്. കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്നും സമാധാനം എടുത്തു കളഞ്ഞതായിട്ട് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ൽ പറഞ്ഞിട്ടുണ്ട്. സമാധാനമില്ലാതെ വന്നതോടെ അവർ തമ്മിൽ കലഹിക്കുവാൻ തുടങ്ങി. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്നും സമാധാനം എടുത്തു കളഞ്ഞതോടെ അവർ തമ്മിൽ കൊല്ലുവാൻ തുടങ്ങി. സമാധാനമില്ലാതെ വരുമ്പോൾ ജനം തമ്മിൽ കലഹിക്കും. അത് മുഖാന്തരം വലിയ നാശമാണ് അവരുടെ മധ്യത്തിൽ ഉണ്ടായത്. രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. വൃക്ഷങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദമതത്തിലുണ്ടായിരുന്ന പ്രമാണികളെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 31, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 10 ഈ വചനങ്ങളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പച്ചപ്പുല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഉദ്ദേശിച്ചാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതാണ്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കാം. രണ്ടാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 ഛേദം വന്നു. തിരുവെഴുത്തുകളിൽ പർവ്വതമെന്ന പദം രാജത്വത്തെയും ശക്തിയെയും കാണിക്കേണ്ടതിനായിട്ട് ആലങ്കാരികമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. സങ്കീർത്തനം 15-ന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ദൈവത്തിൻ്റെ ആധിപത്യമുള്ളതും വീണ്ടെടുക്കപ്പെട്ടവർ വസിക്കുന്നതുമായ ആലയത്തിനാണ് വിശുദ്ധ പർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നത്.
സങ്കീർത്തനം 48:1 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. 9 വചനം: ദൈവമേ, നിന്റെ മന്ദിരത്തിൻ്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ ആധിപത്യമുള്ള സ്ഥലത്തിനാണ് വിശുദ്ധ പർവ്വതം, ദൈവത്തിൻ്റെ നഗരം, ദൈവത്തിൻ്റെ മന്ദിരം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയാകുന്ന ദൈവരാജ്യത്തിനാണ് ദൈവത്തിൻ്റെ നഗരം, വിശുദ്ധ പർവ്വതം, ദൈവത്തിൻ്റെ മന്ദിരം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. മീഖയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവപുത്രനായ ക്രിസ്തുയേശു ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടത് മുതൽ യെരൂശലേമിൻ്റെ നാശം വരെയുള്ള കാലഘട്ടത്തിനാണ് അന്ത്യകാലമെന്ന് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20, ഈ വാക്യങ്ങളിലെല്ലാം അന്ത്യകാലമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വചനങ്ങളെല്ലാം ന്യായപ്രമാണത്തിൻ്റെ അന്ത്യത്തോട് ആണ് ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു വെളിപ്പെട്ടതും ക്രൂശിൽ മരിച്ചതും ന്യായപ്രമാണത്തിൻ്റെ അന്ത്യത്തിലാണ്. യെശയ്യാ പ്രവാചകനും മീഖാ പ്രവാചകനും പ്രവചിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യമായ സഭയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടത് പെന്തക്കോസ്ത് നാളിലാണ്. അത് വാസ്തവത്തിൽ ന്യായപ്രമാണത്തിൻ്റെ അന്ത്യമാണ്, അന്ത്യകാലത്താണ്. അന്ത്യകാലത്തെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബിൽ എബനേസർ ബൈബിൾ സ്റ്റഡീസ് എന്ന ഗ്രൂപ്പിൽ സെർച്ച് ചെയ്താൽ അന്ത്യകാലത്തെക്കുറിച്ച് എടുത്ത ക്ലാസിൻ്റെ ഓഡിയോ സന്ദേശം ലഭിക്കുന്നതായിരിക്കും. അന്ത്യകാലത്താണ് ദൈവത്തിൻ്റെ രാജ്യമായ ദൈവസഭയുടെ രൂപീകരണം നടന്നതും ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങിയതും. സഭയാകുന്ന ദൈവരാജ്യത്തിനാണ് ദൈവത്തിൻ്റെ നഗരം, വിശുദ്ധ പർവ്വതം, ദൈവത്തിൻ്റെ മന്ദിരമെന്നെല്ലാം പ്രചരിക്കുന്നത്. മറ്റ് ചില വചനങ്ങൾ കൂടി വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ: സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്നുരുട്ടി ദഹനപർവ്വതമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ജാതികളുടെ രാജ്യമായ ബാബേലിൻ്റെ കിങ്ഡത്തിനാണ് വിനാശക പർവ്വതം, ഡിസ്ട്രോയിങ് മൗണ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. സെരുബാബേൽ കർത്താവായ യേശുക്രിസ്തുവിന് നിഴലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന മഹാപർവ്വതം എന്നത് റോമൻ സാമ്രാജ്യമാണ്. ക്രിസ്തു തൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതോടെ മഹാപർവ്വതമായ റോമൻ സാമ്രാജ്യം സമഭൂമിയായി തീരും എന്നതാണ് പ്രവചനം. യഹൂദ ഒരു രാജ്യമായിരിക്കാതെ ദൈവം അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞതായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. യഹൂദ ബാബേലിലേക്ക് പ്രവാസികളായി പോയതിനെ തുടർന്ന് ദൈവം തൻ്റെ താൽപ്പര്യം നിവർത്തിപ്പാനായി ആദ്യം ബാബേലിനെയും അതേ തുടർന്ന് മേദ്യാപാർസിയെയും മൂന്നാമതായി
യവനരാജ്യത്തെയും നാലാമതായി റോമൻ സാമ്രാജ്യത്തെയുമാണ് തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റോമൻ സാമ്രാജ്യത്തെ അവസാനമായിട്ട് കർത്താവ് ഉപയോഗിച്ചത് യെരുശലേമിനെ ചവിട്ടിക്കളയുവാനായിട്ടാണ്. യെരുശലേമിൻ്റെ നാശത്തെ തുടർന്ന് കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുകയും റോമൻ ആധിപത്യത്തെ കൈവിടുകയും ചെയ്തു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന തീ കത്തുന്ന വൻമല ഏതാണെന്നുള്ളതാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. യഹൂദമതത്തിൻ്റെ പ്രമാണികൾ റോമൻ ആധിപത്യത്തെ ഭയപ്പെട്ടിരുന്നു. റോമക്കാർ അവർക്ക് തീ കത്തുന്ന വൻമല പോലെ ആയിരുന്നു. അവർ റോമൻ സാമ്രാജ്യത്തെ വളരെ ഭയപ്പെട്ടിരുന്നതായിട്ട് ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 47-48 വാക്യങ്ങൾ വായിച്ചു നോക്കുക. തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് എന്നാണ് കാണുന്നത്. ദൈവത്തിൻ്റെ സമാധാനമില്ലാത്ത അവിശ്വാസികളായ യഹൂദ സമൂഹത്തെയാണ് സമുദ്രമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 20-21 പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന അവിശ്വാസികളായ യഹൂദന്മാരെക്കുറിച്ചാണ്. കലങ്ങിമറിയുന്ന കടൽത്തിരയ്ക്ക് സമാനമായിട്ട് ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് തീ പോലെ പൊള്ളുന്ന അനുഭവം നൽകുന്ന റോമൻ ആധിപത്യത്തെ കർത്താവ് അയച്ചു. തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞതിൻ്റെ ഫലമായിട്ട് സമുദ്രത്തിൽ 1/3 രക്തമായി തീർന്നു. രക്തമായി തീർന്നു എന്ന് വെച്ചാൽ കൊല്ലപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. പ്രാണനുള്ള സൃഷ്ടികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടികളെ ഉദ്ദേശിച്ചാണ്. പുതിയ സൃഷ്ടികളിൽ ഒരു കൂട്ടം ജനങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ പീഡനം മൂലം മരിച്ചുപോയതായിട്ട് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശാബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. ദേശത്ത് വലിയ ഞരക്കവും ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ജനം മലകളിലേക്ക് ഓടിപ്പോകണമെന്നാണ് കർത്താവ് കൽപ്പിച്ചിരുന്നത്. എന്നാൽ ഓടിപ്പോകുവാൻ സാധിക്കാതിരുന്ന മുല കുടിപ്പിക്കുന്നവരും ഗർഭിണികളും രോഗികളുമായവർക്ക് ഓടിപ്പോകുവാൻ കഴിയാതെ വന്നതുകൊണ്ട് റോമക്കാരുടെ പീഡനത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. കപ്പലുകളിലും 1/3 ഛേദം വന്നു എന്നാണ് കാണുന്നത്. കപ്പലുകൾ വാണിജ്യപരമായ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. റോമൻ സൈന്യം യെരുശലേമിനെ വലയം ചെയ്തതോടെ യഹൂദന്മാർക്ക് മറ്റ് ദേശക്കാരുമായുള്ള വാണിജ്യബന്ധം ഇല്ലാതെയായിത്തീർന്നു. അതുകൊണ്ടാണ് കപ്പലുകളിൽ 1/3 ഛേദം വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. 3-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ 3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ.
വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. കാഞ്ഞിരം എന്ന നക്ഷത്രം വീണതിൻ്റെ അനന്തരഫലമായിട്ട് വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഭൗതികമായ ജീവന് വെള്ളവും ആത്മീയമായ ജീവന് ദൈവത്തിൻ്റെ വചനമായ സുവിശേഷവും ആവശ്യമാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകം 36 അധ്യായത്തിൻ്റെ 25 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നിർമ്മല ജലം എന്നത് ദൈവത്തിൻ്റെ വചനമായ സുവിശേഷമാണ്. സുവിശേഷത്താൽ നിത്യജീവൻ ലഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. കർത്താവ് നൽകുന്ന വെള്ളം എന്നത് സുവിശേഷമാണ്. അഭക്തരായ യഹൂദന്മാർക്ക് ദൈവത്തിൻ്റെ വചനം നഞ്ചുവെള്ളം പോലെ ആയിത്തീരും എന്നാണ് പ്രവാചകനിലൂടെ അരുളി ചെയ്തിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവ അരുളി ചെയ്യുന്നത്: ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽവിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിന് ദൈവത്തിൻ്റെ വചനം കയ്പായി ഭവിച്ചതുകൊണ്ട് തനിക്കത് നഞ്ചുവെള്ളം പോലെയായി താൻ നശിച്ചു പോകുവാൻ ഇടയായതായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. നാം വസിക്കുന്ന ഈ ലോകത്തിൽ തന്നെ ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അനേകർക്ക് നഞ്ചുവെള്ളം പോലെ ആയിത്തീർന്നിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അവർ നാശത്തിലേക്കാണ് പോകുന്നത്. ഇത് ദൈവമക്കളായ നാം പ്രത്യേകം ഓർക്കണം. 2 തെസ്സലോനി 2 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാരശക്തിയെ അയക്കുന്നു. ദൈവത്തിൻ്റെ സത്യവചനത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന അനേകർ ഈ കാലങ്ങളിലും ഈ ഭൂമുഖത്തുണ്ട്. ദൈവം അവർക്ക് ഭോഷ്കിനെ സത്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു മിഥ്യാബോധത്തെ അവരുടെ ഉള്ളത്തിലേക്ക് നൽകുന്നു. അതുമൂലം അവർ അസത്യത്തെ സത്യമായി വിശ്വസിക്കുകയും അതിൽ രസിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് തിരുവഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ മുന്നറിയിപ്പിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വേദഭാഗമൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 11-24 വാക്യങ്ങൾ. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. 24 വാക്യം: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ യെരുശലേമിന് വരുവാനിരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അത് AD 70 സംഭവിക്കുകയും ചെയ്തു. ആ കാലങ്ങളിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് അനേകരെ തെറ്റിക്കുമെന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. മറ്റ് ചില വേദഭാഗങ്ങളിൽ കൂടി കർത്താവ് നൽകിയ മുന്നറിയിപ്പുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 7 അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയും ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ
25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നാം ശ്രദ്ധയോടെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവിൻ്റെ കാലത്തും അനേകർ സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവരായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനം കയ്പായി തീർന്നു. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിച്ചുകൊണ്ടിരുന്ന യഹൂദജനത്തിൻ്റെ പാപത്തെ തികച്ച് അവരെ ശിക്ഷാവിധിയിലേക്ക് നടത്തുവാനായിട്ട് ദൈവം അയച്ച ഒരു പൈശാചിക ആത്മാവാണ് നദികളിന്മേൽ വീണ മഹാനക്ഷത്രം. ആ പൈശാചിക ആത്മാവാണ് കള്ളക്രിസ്തുക്കളിലും കള്ളപ്രവാചകന്മാരിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിക്കാം. 4-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി. അവയിൽ 1/3 ഇരുണ്ടുപോയി. രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അല്ല. യഹൂദമതത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഭരണാധികാരികളെ, പ്രത്യേകിച്ച് പ്രമാണികളെയും അതിൻ്റെ കീഴിലുണ്ടായിരുന്ന ജനങ്ങളെയും ഉദ്ദേശിച്ചാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്നത്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 എന്നീ അധ്യായങ്ങളിൽ യഹൂദമതത്തിൻ്റെ, അതായത് അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായപ്രമാണപ്രകാരമുള്ള വിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായപ്രമാണപ്രകാരമുള്ള വിധി ഏതു വിധമാണ് ദൈവം നിവർത്തിക്കുന്നതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവും. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും. ന്യായപ്രമാണപ്രകാരമുള്ള വിധി നടന്ന നാളിൽ യഹൂദമതത്തിൻ്റെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും പ്രകാശമില്ലാതെ ഇരുണ്ടുപോയി. യഹൂദമതത്തിന് വെളിച്ചം നൽകിയവരായിരുന്നു അതിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടു കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നു എങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. സുവിശേഷത്തിൻ്റെ അതിമഹത്തായ തേജസ് നിമിത്തം ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും തേജസ്സില്ലാതെയായി ഇരുണ്ടുപോയി. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. അനന്തരം ഒരു കഴുക് ഇനി കാഹളമൂതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം, കഷ്ടം, കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. തുടർന്ന് ഊതുവാനിരിക്കുന്ന 3 കാഹളം ഊതുന്നതോടെ യഹൂദജനത്തിന്മേൽ വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയുടെ കാഠിന്യത്തെയാണ് ഈ വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21
ആ വലിയ കഷ്ടതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. കർത്താവ് അരുളി ചെയ്തതുപോലെ AD 70 അത് സംഭവിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ 9-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിക്കാം.